ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ ദാദിമ എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതേ ചാപ്റ്ററിൻ്റെ ഹിന്ദിയിലുള്ള റീഡിങ്ങും ശബ്ദാർത്ഥവും പിന്നെ സമ്മറിയും അടങ്ങിയ ഒരു വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളും കൂടെ വായിക്കുക. ओके, लेट्स स्टार्ट. दादी माँ, कमज़ोरी ही है अपनी, पर सच तो यह है कि ज़रा सी कठिनाई पड़ते बीसों गर्मी, बरसात और वसंत देखने के बाद भी मेरा मन सदा नहीं तो प्रायः अनमना सा हो जाता है. ഇതിൽ ലേഖകൻ പറയുകയാണ്, ലേഖകൻ്റെ വീക്ക്നെസ്, അതായത് കംസോരി ഹി ഹെ അപ്നി എന്നാണ് പറയുന്നത്. ലേഖകൻ്റെ ഒരു വീക്ക്നെസ്സാണിത് എന്നാണ് പറയുന്നത്. എന്താണ്? ജറാസി കഠിനായി പെടുത്തി, അതായത് എന്തെങ്കിലും ഒരു ചെറിയ വിഷമം വന്നാൽ മതി, ഈ 20 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ്, അതായത് 20 വർഷത്തിൽ കണ്ട ആ ഋതുക്കളൊന്നും പ്രശ്നമല്ല. വീസോം ഗർമി ബർസാത്ത് വസന്ത് ദേഖ്നേക്ക് ബാദ് ഭി, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും മേരാ മൻ സദാ നഹി തോ പ്രായ അൻമനാസ ഹോത്താ ഹെ, എപ്പോഴും അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ എൻ്റെ മനസ്സ് ഇപ്പോഴും എന്താണ് വിഷമിച്ചു പോവും, വിഷമിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷമിക്കും. അത് അൻമനാസ ഹോ ജാത്ത ഹെ. അൻമന എന്ന് പറഞ്ഞാൽ ബേച്ചേൻ ഹോന, അല്ലെങ്കിൽ ദുഃഖി, അല്ലെങ്കിൽ ഉദാസ് ഹോന എന്ന് പറയും. കഠിനായി എന്ന് പറഞ്ഞാൽ മുഷ്കിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഈ എക്സ്പീരിയൻസ് ഒന്നും പ്രശ്നമല്ല, എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സ് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കും. എന്താ കാരണം? മേരെ ശുഭചിന്തക് മിത്ര മൂപ്പർ മുझे പ്രസന്ന കർണേക്ക് ലിയേ, ഈ കാരണം കൊണ്ട് ഈ സമയത്ത് എൻ്റെ ശുഭചിന്തക് മിത്ര, ശുഭചിന്തക് എന്ന് പറഞ്ഞാൽ എന്നെപ്പറ്റി നല്ലത് മാത്രം ചിന്തിക്കുന്ന കുറച്ച് കൂട്ടുകാരല്ലേ, ഹിതൈഷി അല്ലെങ്കിൽ ഭലാ ചാഹനെ വാലേ എന്ന് പറയും ശുഭചിന്തക്. അപ്പോൾ ശുഭചിന്തക് മിത്ര മൂപ്പർ മുझे പ്രസന്ന करने के लिए आने वाली छुट्टियों की सूचना देते हैं और पीठ पीछे मुझे कमज़ोर और ज़रा सी प्रतिकूलता से घबराने वाला कहकर मेरा मजाक उड़ाते हैं. അപ്പോൾ ലേഖകൻ പറയുകയാണ്, എൻ്റെ ശുഭചിന്തക്കായിട്ടുള്ള കുറച്ച് കൂട്ടുകാർ അവർ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട്, പ്രസന്ന കർണേക്കിൽ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് അവർ സമാധാനിപ്പിച്ചുകൊണ്ട് അവർ പറയും, എന്താണ്, ഇനി മുമ്പിൽ അവധി വരികയാണല്ലോ, അപ്പോൾ ആ സമയത്ത് എനിക്ക് നാട്ടിൽ പോകാമല്ലോ എന്ന രീതിയിൽ അവർ പറയും, സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷേ പുറകിലിങ്ങനെ മാറി നിൽക്കുമ്പോഴേക്കും അവർ എന്താ പറയുക, പുറകിൽ കളിയാക്കും അല്ലേ. ജറാസി പ്രതികൂലതാസെ ഘബ്രാനെ വാലെ കേക്കർ, ഒരു ചെറിയൊരു എന്തെങ്കിലും വിപരീത സ്ഥിതി എന്നാണ് പ്രതികൂലത. അപ്പോൾ എന്തെങ്കിലും വിപരീത സ്ഥിതി വന്നാൽ, അതായത് എന്തെങ്കിലും വിഷമത്തിൻ്റെ ആ സമയം വരുമ്പോഴേക്കും ഒരു ചെറിയ കാര്യത്തിൽ തന്നെ പേടിക്കുന്ന ആൾ, അല്ലെ ഭയക്കുന്ന ആൾ, അല്ലെങ്കിൽ ഘബ്രാനെ വാലെ വിഷമിക്കുന്ന ആളെന്ന് പറഞ്ഞ് കളിയാക്കും. കേക്കർ മേരാ മസാക്ക് ഉഡാത്തെ, മസാക്ക് ഉഡാന കളിയാക്കുക, മസാക്ക് ഉഡാത്തെ हैं. और मैं सोचता हूँ अच्छा अब कभी उन बातों को न सोचूंगा, ठीक है जाने दो, सोचने से होता ही क्या है എന്നൊക്കെ ഞാൻ ചിന്തിക്കും. ആ സമയത്ത് എന്താ ചിന്തിക്കുക ലേഖകൻ? ഇനി വിട്ടോ, അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചിട്ട് ഇനി എന്ത് കിട്ടാനാ, ടീക്ക് ഹെ ജാനേ ദോ, പൊയ്ക്കോട്ടെ, ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് കളയാനായിട്ട് മനസ്സ് പറയും അല്ലേ. സോച്നെ സെ ഹോത്താ ഹി ക്യാ, ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്ത് കിട്ടാനാ എന്നൊക്കെ ആ സമയത്ത് ലേഖകൻ മനസ്സിലിങ്ങനെ ചിന്തിക്കും. पर बरबस मेरी आंखों के सामने शरद की शीत किरणों के समान स्वच्छ शीतल किसी की धुंधली छाया नाच उठती है. അതായത് ബർബസ്, ആ നിമിഷത്തിൽ പെട്ടെന്ന് ആ സമയത്ത് എൻ്റെ കണ്ണുകളുടെ മുമ്പിൽ എന്താ വരുക? ശരത് കി ശീത് കിരണോക്കെ സമാൻ, ആ തണുപ്പ് കാലത്തിൻ്റെ ആ തണുത്ത ആ കിരണങ്ങളെപ്പോലെ, സ്വച്ഛ് ശീതൾ, തണുത്ത ആ കിരണങ്ങളെപ്പോലെയുള്ള കിസിക്ക് ധുന്ദലി ഛായ, അതായത് ആ മങ്ങിയ ഒരു നിഴല് പോലെ, എന്തോ നൃത്തം വെക്കുന്നത് പോലെ ആരുടെയോ ഓർമ്മ വരുന്ന കാര്യമാണ് ഇതിൽ ലേഖകൻ പറയുന്നത്. ധുന്ദലി എന്ന് പറഞ്ഞാൽ ഒരു മങ്ങിയ വെളിച്ചം അല്ല, മങ്ങിയ ഇതാണ് ധുന്ദലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശീതൾ, ധുന്ദലി എന്ന് പറഞ്ഞാൽ അസ്പഷ്ട, അതായത് സ്പഷ്ടമല്ലാത്തത്. അപ്പോൾ ശരത് കി ശീത് കിരണോ കെ സമാൻ സ്വച്ഛ് ശീതൾ കിസിക്ക് ധുന്ദലി ഛായ നാച്ച് ഉഠ്ത്തി ഹെ, ആരുടെ നിഴൽ അല്ലേ, അസ്പഷ്ടമായ നിഴൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നും, ആരുടെയോ ഓർമ്മ വരുന്ന കാര്യമാണ് ലേഖകൻ പറയുന്നത്. मुझे लगता है जैसे क्वार के दिन आ गए हैं, मेरे गांव के चारों ओर पानी ही पानी हिलोरे ले रहा है. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ലേഖകൻ പറയുകയാണ്, ക്വാർ കെ ദിൻ, ക്വാർ എന്ന് പറഞ്ഞാൽ
ഒരു സീസണാണ്. അത് മഴക്കാലം കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ക്വാർ എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ നിറയും അല്ലേ, വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അത് പോയി കാണില്ല. മഴക്കാലം കഴിഞ്ഞ ഉടനെയുള്ള ഒരു ക്ലൈമറ്റ് അല്ല, ഒരു സീസണാണ്. അപ്പോൾ മേരെ ഗാവ് കെ ചാരോ ഓർ പാനി ഹി പാനി ഹിലോരെ ലേ റഹാ ഹൈ. അപ്പം മുഴുവൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഹിലോരെ ലേന എന്ന് പറഞ്ഞാൽ തിരമാല പോലെ, അതായത് അങ്ങനെ ഉണ്ട് വെള്ളം എന്ന രീതിയിലാണ് ലേഖകൻ പറയുന്നത്. दूर के सिवान से बहकर आए हुए मोथा और साई के अधगली घासें, गेवूर और बनप्यास की जड़ें तथा नाना प्रकार के बरसाती घासों के बीज सूरज की गर्मी में खौलते हुए पानी में सड़कर एक विचित्र गंध छोड़ रहे हैं. അപ്പോൾ ഈ സമയത്ത് സൂര്യൻ്റെ ചൂട് ഏൽക്കാൻ തുടങ്ങി അല്ലേ, മഴക്കാലമൊക്കെ നിന്നു. ആ സമയത്ത് ഈ മഴക്കാലത്ത് ചീത്തയായി പോയ ആ ഘാസ്, അതായത് ആ പുല്ലുകളും പിന്നെ അതിൻ്റെ സീഡ്സും എല്ലാം ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഒരിടത്ത് കൂടുന്നുണ്ട് അല്ലേ. ആ സമയത്ത് ആ സൂര്യൻ്റെ വെളിച്ചവും ചൂടും ഒക്കെ കൊണ്ടിട്ട് അതിൽ നിന്നും ആ പുല്ലുകളൊക്കെ കൂടി നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്നും ഒരു തരത്തിലുള്ള ഒരു സ്മെല്ല്, ഗന്ധ് അല്ലേ വരാൻ തുടങ്ങും ആ സമയത്ത്. അത് ആ സ്മെല്ല് ഇപ്പോഴും ലേഖകൻ്റെ മനസ്സിലിങ്ങനെ വരികയാണ് അല്ലേ. അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ആ പുല്ലുകൾ കൂടി നിൽക്കുന്നതും ആ വെയിൽ കൊണ്ടിട്ടുണ്ടാവുന്ന ആ സ്മെല്ലും ഒക്കെയാണ് ലേഖകൻ ഇവിടെ ചിത്രീകരിക്കുന്നത്. रास्तों में कीचड़ सूख गया है और गांव के लड़के किनारों पर झाग भरे जलाशयों में धमाके से कूद रहे हैं. അപ്പോൾ റാസ്തോമേ വഴിയിലൊക്കെ ഇങ്ങനെ കീച്ചട് എന്ന് പറഞ്ഞാൽ മഴ നിന്നിട്ടുള്ള സീസണല്ലേ, അപ്പോൾ ഇങ്ങനെ ചെളി പോലെ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. കൂടുതൽ ഉണങ്ങിയിട്ടും ഇല്ല, പക്ഷേ ചെളി പോലെ ഇങ്ങനെ കിച്ചാന്നിരിക്കും. അപ്പോൾ കീച്ചട് സൂഖ് ഗയാ ഹെ और गांव के लड़के किनारों पर झाग भरे जलाशयों में, അതായത് झाग भरे എന്ന് പറഞ്ഞാൽ നല്ല പതയുള്ള ഇങ്ങനെ പോൺസ് അല്ലെ, താലാബ് അല്ലേ, താലാബിനെയാണ് ജലാശയോമേ ധമാക്കെ സെ കൂദ് രഹേ. ധമാക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം അല്ലേ. ധമാക്കെ സെ കൂദ് രഹേ ഹെ, ചാടുകയാണ് കുട്ടികൾ അല്ലേ. അപ്നെ അപ്നെ മൗസം കി അപ്നി അപ്നി ബാത്തേ ഹോത്തി ഹെ. അപ്പോൾ ഓരോ സീസൺ അല്ലേ, ലേഖകൻ പറയുകയാണ് ഓരോ സീസണും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അല്ലേ. ആഷാഢ് മേ ആം ഓർ ജാമുന്നമിലെ ചിന്താനഹി. ആഷാഢ മാസത്തിൽ, അതായത് ഹിന്ദു കലണ്ടറിലെ ആഷാഢ മാസമാണ് പറയുന്നത്. ആഷാഢ് മേ ആം ഓർ ജാമുന്നമിൽ, മാങ്ങയും ജാമുനും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അപ്പോഴും കുഴപ്പമില്ല. അഗ്ഹൻ മേ ചിവട ഓർ ഗുഡ്നമില്ലേ, അപ്പോഴും പ്രശ്നമില്ല. അഗ്ഹൻ എന്ന സീസണിൽ ചിവടയും ചിവട എന്ന് പറഞ്ഞാൽ അവലും പിന്നെ ശർക്കരയും അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ദുഃഖ് നഹി. ചൈത് കെ ദിനോ മേ ലായി കെ സാത്ത് ഗുഡ്. ചൈത്ത് മാസത്തിൽ ഹിന്ദു കലണ്ടറിലെ ചൈത്ത് മാസത്തിൽ ലായി കെ സാത്ത് ഗുഡ്. ലായി എന്ന് പറഞ്ഞാൽ പൊരിയുടെ കൂടെ ശർക്കര, അതിനെ പറ്റിയാണ് कि पट्टी न मिले अफसोस नहीं, पर क्वार के दिनों में इस गंधपूर्ण झाग भरे जल में कूदना न हो तो बड़ा बुरा मालूम होता है. അപ്പോൾ ഓരോ സീസണിൽ കിട്ടുന്ന സാധനങ്ങളെ പറ്റിയാണ് ലേഖകൻ ഓർക്കുന്നത്. ഈ സാധനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും അല്ലേ, പൊരിയും ശർക്കരയും ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അഫ്സോസ് നെയ്, വിഷമമില്ല. പക്ഷേ ക്വാർക്കെ ദിനോമി ഇസ് ഗന്ധപൂർണ്ണ, അതായത് ക്വാറിൻ്റെ സമയത്ത് ഈ മഴക്കാലം കഴിഞ്ഞുള്ള ആ സീസണിൽ ഈ സ്മെല്ല് വരുന്ന വെള്ളമാണെങ്കിൽ പോലും പതഞ്ഞു പോകുന്ന ആ വെള്ളത്തിൽ തുള്ളി ഇങ്ങനെ ചാടുന്നത് അത് ഓർക്കുകയാണ് ലേഖകൻ. അത് മിസ് ചെയ്യുകയാണ് അല്ലേ. അവിടെ പോകണമെന്നൊരാഗ്രഹമാണ് ലേഖകൻ്റെ മനസ്സിലുള്ളത്. അത് ഭയങ്കര വിഷമം തോന്നിക്കുന്നു. ഭീതർ ഹുടക് റഹാത്ത, വളരെയധികം ആഗ്രഹം തോന്നുന്നുണ്ട് അവിടെ എത്തിച്ചേരണം, അവിടെ ആ വെള്ളത്തിൽ ചാടണം, എന്നിട്ട് കുളിച്ചു വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ലേഖകന്. हुडक रहा था. 2-1 दिन ही तो कूद सका था. नहा धोकर बीमार हो गया. അപ്പോൾ 1-2 ദിവസമല്ലേ എനിക്ക് കുളിക്കാൻ പറ്റിയിട്ടുള്ള ആ സമയത്ത്. അപ്പോഴേക്കും എന്താ പറ്റിയത്, കുളിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ സുഖമില്ലാതായി അല്ലേ. ഹൽക്കി ബീമാരി ന ജാനെ ക്യൂ മുझे अच्छी लगती. ഒരു ചെറിയ അസുഖങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം എന്താണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോഴേക്കും എല്ലാവരും കെയർ ചെയ്യാൻ തുടങ്ങും അല്ലേ. അതുപോലെ ആയിരിക്കാം ലേഖകന് ചെറിയ അസുഖമൊക്കെ ഇഷ്ടമായിരുന്നു. थोड़ा थोड़ा ज्वर हो, सर में साधारण दर्द और खाने के लिए दिन भर नींबू और साबु. അപ്പോൾ മുഴുവൻ ദിവസവും അത് ഓർക്കുകയാണ്. ഈ കുട്ടിക്കാലത്ത് ജലദോഷം വന്നപ്പോൾ, പനി വന്നപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരും കെയർ ചെയ്തിരുന്നത്, അമ്മൂമ്മയുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു കെയർ ചെയ്തത് എന്നൊക്കെ ഓർക്കുകയാണ് ലേഖകൻ. ഹൽക്കി ബിമാരി ന ജാനെ ഓർ തോടാ ജ്വർ, ചെറിയ പനി, പിന്നെ ചെറിയ തലവേദന, പിന്നെ അതിൻ്റെ കൂടെ എന്താ ഉണ്ടാവുക, ലെമണും പിന്നെ സാബു എന്ന് പറഞ്ഞാൽ ചൊവ്വരി അല്ലേ, ചൊവ്വരി കൊണ്ടുള്ള സാധനം. അപ്പോൾ അതൊക്കെയാണ് ലേഖകൻ ഓർക്കുന്നത്.
അതൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം ഓർക്കുകയാണ് ആ സമയത്ത് കൂടുതൽ വന്നു ജലദോഷം അല്ലേ, പനി കൂടുതൽ വന്നു. ലേക്കിൻ ഇസ് ബാർ ऐसी चीज़ नहीं थी ज्वर जो चढ़ा तो चढ़ता ही गया. ആ സമയത്ത് പനി വന്നതാണെങ്കിലോ ഒരു പ്രാവശ്യം വന്നത് പിന്നെ കൂടിക്കൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. അതായത് റജായി ഇപ്പോൾ വീണ്ടും പുതപ്പിൻ്റെ മേലെ പുതപ്പ് അല്ലേ, തടിച്ച പുതപ്പതും. റജായി എന്ന് പറഞ്ഞാൽ നല്ല തടിച്ച പുതപ്പാണ് റജായി. അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ മേലെ ഒന്നിടുകയും ചെയ്തു, കാരണം തണുത്ത് വിറക്കുന്നുണ്ടായിരുന്നു. और ഉത്തര രാത് 12 ബജെക്ക് ബാദ് 12 മണിക്ക് ശേഷമാണ് പിന്നെ പനി പോയത് തന്നെ. ദിൻമേ മേ ചാദർ ലപ്പേട്ടെ സോയാ താ. അപ്പോൾ രാവിലത്തെ സമയത്ത് ഞാനിങ്ങനെ പുതപ്പും ഇങ്ങനെ പൊതഞ്ഞിങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ദാദിമായി ഷായദ് നഹാക്കർ ആയി थी उसी झाग वाले जल में पतले दुबले स्नेह सने शरीर पर सफ़ेद किनारीहीन धोती, सन से सफ़ेद बालों के सिरों पर सद्य टपके हुए जल की शीतलता. അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ് അമ്മുമ്മ ആ സമയത്ത് വന്നത് അല്ലേ. എങ്ങനെയായിരുന്നു വന്നത്? മെലിഞ്ഞിരിക്കുന്ന അമ്മുമ്മയാണ്. അപ്പോൾ മെലിഞ്ഞിരിക്കുന്ന അമ്മുമ്മയുടെ ആ ശരീരത്തിൽ ആ വെളുത്ത സാരി അല്ലേ, കിനാരിഹീൻ, അതായത് ഡിസൈനൊന്നും ഇല്ലാത്ത വെളുത്ത സാരിയും പിന്നെ മുടിയിൽ നിന്നും ആ സമയത്ത് ജസ്റ്റ് ഒന്ന് കുളിച്ച് വന്ന അമ്മുമ്മയുടെ മുടിയുടെ അറ്റത്ത് നിന്നും സദ്യ ടപ്കെ ഹുവേ ജൽ കി ശീതളത്തതിൻ്റെ തണുപ്പ്, അതൊക്കെ ഇങ്ങനെ അമ്മുമ്മ ഓർക്കുകയാണ്. ആത്തേഹി ഉന്നോനെ സർ പേട്ട് ചുയേ. അപ്പോൾ തലയിലും ഇങ്ങനെ തൊട്ടു നോക്കി, വയറിലും തൊട്ടു നോക്കി. ആഞ്ചൽ കി ഗാണ്ട് खोल किसी अदृश्य शक्तिधारी के चबूतरे की मिट्टी मुँह में डाली. അത് കഴിഞ്ഞിട്ട് ഈ സാരിയുടെ അറ്റത്തൊക്കെ ഇങ്ങനെ എല്ലാവരും വെക്കാറുണ്ട് പഴയ ആൾക്കാരല്ലേ. അപ്പോൾ ആഞ്ചൽ കി ഗാണ്ട്, ഒരു കെട്ട് ഇങ്ങനെ അഴിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പൊടി ഇട്ടു. അദൃശ്യ ശക്തിധാരി, എന്തോ ഒരു ശക്തിയുള്ള ഒരു പൗഡർ അല്ലേ. ചബൂത്തരേക്ക് മിട്ടി മൂമേ ഡാലി, അതെടുത്തിട്ട് വായിലിട്ട് കൊടുത്തു. മാഥേപ്പർ ലഗായി, തലയിലും തൊടിച്ചു, നെറ്റിയിലും തൊടിച്ചു. माथे पर लगाई, നെറ്റിയിലും തൊടിച്ചു. दिन रात चारपाई के पास बैठी रहती, कभी पंखा जलती, कभी जलते हुए हाथ पैर कपड़े से सहलाती, सर पर दालचीनी का लेप करती और 20 बार छू कर ज्वर का अनुमान करती. അപ്പോൾ ഏത് സമയത്തും അടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു. ചാർപ്പായി, ആ കട്ടിലിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് എന്തൊക്കെ ചെയ്യായിരുന്നു? കാറ്റ് വീശിത്തരും. പിന്നെ ജലത്തെ ഹുവേ ഹാത്ത് പേർ, കൈയിനെയും കാലിനെയും ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുക അല്ലേ. സെഹലാത്തി. പിന്നെ സർപ്പർ ദാൽച്ചീനി അല്ലേ, മറ്റേ ഇതിൻ്റെ എന്താ ദാൽച്ചീനിയുടെ ലേപം ഇങ്ങനെ തേച്ച് കൊടുക്കും. ദാൽച്ചീനി അത് സിനമൺ അല്ലേ, സിനമണിൻ്റെ ആ ലേപം ഇങ്ങനെ തേച്ച് കൊടുക്കും. പിന്നെ 20 ബാർ 20 പ്രാവശ്യം ഇങ്ങനെ തൊട്ട് നോക്കും, പനി കുറഞ്ഞോ ഇല്ലയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കുകയും ചെയ്യും. हांडी में पानी आया कि नहीं, उसे पीपल की छाल में छौंका कि नहीं, खिचड़ी में मूंग की दाल एकदम मिल तो गई है, कोई बीमार के घर में सीधे बाहर से आकर तो नहीं चला गया. आदि लाखों प्रश्न पूछ कर घर वालों को परेशान करती. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് വീട്ടുകാരോട് ഇങ്ങനെ അമ്മൂമ്മ വിഷമിക്കുകയായിരുന്നു. അതായത് ഹാണ്ടി, അതായത് പാത്രത്തിൽ വെള്ളം തിളച്ചോ, പിന്നെ ഹാണ്ടി മേ പാനി ആയാക്കിനെ, അതിൽ വെള്ളം നിറച്ചിട്ടുണ്ടോ, അതിൽ പീപ്പിളിൻ്റെ ചാലിട്ടിട്ടുണ്ടോ, പിന്നെ ഖിച്ചടി മേ മൂങ് കി ദാൽ, ഖിച്ചടിയിൽ ആ പയർ അല്ലേ, പച്ചപ്പയർ അത് വേവിയിട്ടുണ്ടോ, അത് നല്ലോണം മിക്സ് ആയിട്ടുണ്ടോ, പിന്നെ ആരെങ്കിലും സുഖമില്ലാത്ത ആളുടെ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് തിരിച്ചു പോയിട്ടുണ്ടോ, അങ്ങനെ കുറേ ലാഖവും പ്രശ്നം പൂച്ച് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച ആൾക്കാരെ വിഷമിപ്പിക്കും. दादिमा को कोई गमई गांव की 50 किस्म की दवाओं के नाम याद थे. ദാദിമാക്കോ എന്തൊക്കെയായിരുന്നു ആ നാട്ടിൻ പ്രദേശത്തുള്ള എല്ലാ നാട്ടു വൈദ്യം അല്ലേ, എല്ലാ മരുന്നിനെ പറ്റി അറിവുണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നു. गाँव में कोई बीमार होता उसके पास पहुंचती और वहाँ भी वही काम, हाथ छूना, माथा छूना, पेट छूना. അപ്പോൾ അവിടെ പോയാൽ ആർക്കായാലും സുഖമില്ലാതായാലും അവിടെ പോവും. എന്നിട്ട് അവിടെ എന്താ ചെയ്യുക? വീണ്ടും ഇതുപോലെ തന്നെ കൈ തൊട്ട് നോക്കും, നെറ്റി തൊട്ട് നോക്കും, വയറ് തൊട്ട് നോക്കും. പിന്നെ എന്താ അതിനെപ്പറ്റി പറയുകയും ചെയ്യും. ഉസ്കെ പാസ് പहुंचती और वहाँ भी काम. और പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? ഇങ്ങനെ ഓരോ फिर भूत से लेकर मलेरिया, सरसाम, निमोनिया तक का अनुमान विश्वास के साथ सुनाती. എന്നിട്ട് ഓരോ അസുഖത്തെ പറ്റിയും പറയുന്നത്, അതും വിശ്വാസത്തോടെ ഈ അസുഖം തന്നെയാണ് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും ആൾക്കാരെ അല്ലേ. महामारी विषुचिका के दिनों में रोज़ सवेरे उठकर स्नान के बाद लवंग और गुड़ मिश्रित जलधार, गुग्गल और धूप, ഇതൊക്കെ എന്താ നാട്ടുവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ മഹാമാരി, വലിയ അസുഖം, അവിടെ എന്താ പാൻഡമിക്, ഇങ്ങനെ ഡിസീസൊക്കെ വരുന്ന സമയത്തും സർസാമും നിമോണിയ അതൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുമായിരുന്നു. ഈ എന്താണ് വൈദ്യം അല്ലേ, അതൊക്കെ ചെയ്യുമായിരുന്നു. സഫായി കോയി ഉൻസെ സീക്ലേ, ഈ വൃത്തി എന്നത് അമ്മൂമ്മയെടുത്ത് തന്നെ പഠിക്കണം. ദവാമേ ദേർ ഹോത്തി, മിശ്രിയ ഷഹദ് ഖത്മ ഹോ ജാത്ത, चादर या गिलाफ नहीं बदले जाते,
तो वे जैसे पागल हो जाती. എല്ലാം വൃത്തിയായിട്ടിരിക്കണം, എല്ലാം ചിട്ട വേണം അല്ലേ, മരുന്ന് ടൈമിൽ കഴിക്കണം, പിന്നെ കൽക്കണ്ടോ പിന്നെ ഷഹദ് എന്ന് പറഞ്ഞാൽ ഹണിയോ ഒന്നും എന്തെങ്കിലും തീർന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൊണ്ടുവരണം, പിന്നെ പുതപ്പും ഇതൊക്കെ ക്ലീൻ ആയിരിക്കണം. तो वे सब जैसे पागल हो जाती. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പാഗൽ, അതായത് ഇങ്ങനെ വട്ട് വന്ന പോലെ അല്ലേ, പാഗൽ ഹോ ജാതി. അപ്പോൾ ബുഖാർ तो मुझे अब भी आता है, ഇപ്പോഴും എനിക്ക് പനി വരാറുണ്ട്. ആ സമയത്ത് ആരാ എന്നെ നോക്കുന്നത്, അതായത് ലേഖകൻ ഇപ്പോൾ വലുതായി അല്ലേ, അവിടെ അമ്മൂമ്മയുടെ അവിടെ അല്ല താമസിക്കുന്നത്, ലേഖകൻ വലുതായി. അപ്പോൾ നോക്കർ പാനി ദേ ജാता है, मेस महाराज अपने मन से पकाकर खिचड़ी या साबू, പിന്നെ डॉक्टर साहब आकर नाड़ी देख जाते हैं और कुनैन मिक्सचर की शीशी की तिताई के डर से बुखार भाग भी जाता है. पर പിന്നെ പറയുകയാണ്, ഇപ്പോൾ ആരാ നോക്കുന്നത്, ജോലിക്കാരനല്ലേ, ജോലിക്കാരൻ വെള്ളം കൊണ്ടുവരും, ഭക്ഷണമൊക്കെ മേസ് മഹാരാജ് എല്ലാം ഉണ്ടാക്കി കൊടുക്കും അല്ലേ, ഖിച്ചടി ആ സാബു ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഡോക്ടർ സാബ് വന്നിട്ട് പൾസ് ചെക്ക് ചെയ്യും. പിന്നെ ഓരോന്ന് ആ മരുന്നിൻ്റെ പക്ഷെ ആ കുപ്പി കാണുമ്പോൾ തന്നെത്താനെ ഇതും പനിയും ഓടിപ്പോവും, ആ പനിയും ഇല്ലാതാവും എന്നാണ് ലേഖകൻ ഓർക്കുന്നത്. पर न जाने क्यों ऐसे बुखार को बुलाने का जी नहीं होता. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ ആ സമയത്ത് ചെറുപ്പകാലത്ത് ഒരു ചെറിയ പനി വരുന്നതൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിലോ ഇപ്പോൾ അത്രയും അങ്ങനെ കെയർ അത്ര കിട്ടാത്തത് കൊണ്ട് എന്താണെന്നറിയില്ല, ലേഖകന് ഇപ്പം അങ്ങനെ പനി വരുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. बुखार को बुलाने का जी नहीं होता. केशव भैया की शादी ठीक हुई, दादी माँ के उत्साह और आनंद का क्या कहना. കേശവ് ചേട്ടൻ്റെ കല്യാണമൊക്കെ റെഡിയായി, അതായത് കല്യാണത്തിൻ്റെ തിരക്കായി അല്ലേ. ദാദിമാക്ക് ഉത്സാഹ ഓർ ആനന്ദ് കാ ക്യാ കേന, ആ സമയത്ത് ദാദി മാമൂമ്മയുടെ ആ ഉത്സാഹവും അല്ലേ, പിന്നെ ഒരു സന്തോഷമൊക്കെ പിന്നെ എന്ത് പറയാനാ. ദിൻഭർ ഗായബ് രഹത്തി, പിന്നെ കാണാനേ കിട്ടത്തില്ല അമ്മൂമ്മയെ, ആ രീതിയിൽ തിരക്കായിരുന്നു. സാരാ ഘർ ജैसे उन्होंने सर पर उठा लिया हो, മുഴുവൻ വീടും ഇങ്ങനെ തലയിൽ, അതായത് അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് ബിസി ആയിരുന്നു എന്നാണ് അർത്ഥം. പടോസിനെ മാറ്റി ബഹോത് ബുലാനെ പർ ദാദിമ ആത്തി, അപ്പോൾ നെയ്ബേഴ്സൊക്കെ വരുമ്പോൾ അമ്മൂമ്മയെ വിളിക്കും അവർ കാണാനായിട്ട്. അപ്പോൾ അമ്മൂമ്മയാണെങ്കിലോ കുറേ വിളിച്ചതിന് ശേഷമേ വരത്തുള്ളൂ. ബഹോത് ബുലാനെ പർ ദാദിമ ആത്തി, എന്നിട്ട് എന്താ പറയുക, ബഹിൻ ബുറാന മാന്ന, कार परोजन का घर ठहरा, एक काम अपने हाथ से न करूँ तो होने वाला नहीं എന്ന് പറയും. അതായത് ഒന്നും വിചാരിക്കരുത് അനിയത്തി, കാരണം നല്ല കാർ പരോജനം എന്ന് പറഞ്ഞാൽ കാം ധന്ത, അതായത് വളരെയധികം ജോലിയുള്ളതാണ് അല്ലേ, കല്യാണ വീടല്ലേ, അപ്പോൾ അത്രയ്ക്ക് പണിയുണ്ടാവും. അപ്പോൾ എല്ലായിടത്തും എൻ്റെ കൈ എത്തിയാലേ ആവത്തുള്ളൂ. ഏ കാം അപ്നെ ഹാത്ത് സേ ന കറൂ തോ ഹോനെ വാലാ ഹി, ഞാൻ ചെയ്താലേ ശരിയാവത്തുള്ളൂ, എല്ലായിടത്തും എൻ്റെ കൈ എത്തണം എന്ന് പറയത്തില്ല, ആ രീതിയിൽ അങ്ങനെ പറയുമായിരുന്നു. ജാനി ക്യൂ യു സഭി ജാനത്തെ ഥേ കി ദാദിമ കുച്ച് കർത്തി നേ, പക്ഷെ എല്ലാവർക്കും അറിയാമായിരുന്നു അമ്മൂമ്മയൊന്നും ചെയ്യത്തില്ല, ഇങ്ങനെ പറയുന്നത് മാത്രമാണ് അല്ലേ എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. पर किसी काम में उनके अनुपस्थिति वस्तुतः विलंब का कारण बन जाती. അപ്പോൾ പക്ഷേ എല്ലാ അമ്മൂമ്മ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അമ്മൂമ്മ വരാതിരുന്നാൽ, അതായത് അമ്മൂമ്മ ലേറ്റായിട്ട് വരികയാണ്, വിലംബം എന്ന് പറഞ്ഞാൽ ലേറ്റായിട്ട് വരിക അല്ലേ, അനുപസ്ഥിതി എന്ന് പറഞ്ഞാൽ ഗേർ ഹാസരി, അതായത് അവിടെ ഇല്ലാതാവുക, അമ്മൂമ്മ ഇല്ലെങ്കിലും അല്ലെങ്കിൽ അമ്മൂമ്മ ലേറ്റായാൽ തന്നെ അനുപസ്ഥിതി വസ്തുത വിലംബ കാ കാരൺ ബൻ ജാത്തി. അപ്പോൾ ആ എല്ലാ ജോലിയും ഇങ്ങനെ ലേറ്റ് ആവും അമ്മൂമ്മ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ടൈമിൽ അല്ലേ, അപ്പോൾ അമ്മൂമ്മയുടെ പ്രസൻസ് അവിടെ എല്ലാത്തിനും ആവശ്യമുണ്ട്. ഏക് ദിൻ दोपहर को मैं घर लौटा, बाहरी निक्सार में दादीमा किसी पर बिगड़ रही थी. അപ്പോൾ ഒരു ദിവസം ഞാൻ പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് എന്താ കണ്ടത്, അവിടെ നിക്സാർ എന്ന് പറഞ്ഞാൽ നിക്കലിനേക്കാ റാസ, അതായത് പുറത്തുള്ള വഴി അല്ലേ, പുറത്തുള്ള വഴിയിൽ നിക്സാർമേ ദാദിമ കിസി പർ ബിഗഡ് റഹീത്തി, അപ്പോൾ ആരടുത്തോ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ബിഗഡ്ന എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക, ആ സമയത്ത് ആരോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അതാരായിരുന്നു, പാസ് കെ കോനമേ ദുപ്കി റാണിക്ക് ചാച്ചിയായിരുന്നു, ദുപ്കി റാണിയുടെ ചാച്ചിയായിരുന്നു അത് അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്, सोना होगा धनो रुपये मैं सूद के आज दे दे, तेरी आँख में तो शर्म है नहीं, मांगने के समय कैसी आई थी, पैरों पर नाक रगड़ती फिरी, किसी ने एक पाई भी न दी, अब लगी है आजकल करने फसल मैं दूंगी, अब क्या तेरी खातिर दूसरी फसल कटेगी. എന്നിട്ട് പറയുകയാണ്, വീണ്ടും കാശ് ചോദിക്കാൻ വന്നിരിക്കുകയാണ് ആര്, ചാച്ചി അല്ലേ, റാമിക്ക് ചാച്ചി കാശ് ചോദിക്കാനാണ് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്ത് പറയാണ്, നിരസിച്ച് പറയുക, അതായത് കൊടുക്കാൻ തയ്യാറല്ല അമ്മൂമ്മ ആ സമയത്ത് അല്ലേ. എന്നിട്ട് പറയുകയാണ്, ആദ്യം തന്ന കാശ് സൂദ് സമയത്ത്, അതായത് അതിൻ്റെ എന്താണ് ഇൻട്രസ്റ്റ് സമേതം ഇങ്ങോട്ട് ആദ്യം എന്നിട്ട് പറ
എന്നിട്ട് നീ ചോദിക്കാൻ വാ. ആദ്യമൊക്കെ എല്ലാവരോടും ചോദിച്ച് നടന്നതല്ലേ നീ, ആ സമയത്ത് നിനക്ക് കിട്ടിയില്ലല്ലോ, ആ സമയത്തല്ലേ അമ്മൂമ്മ കൊടുത്തത്. അപ്പോൾ ആദ്യം ആ കാശ് തിരിച്ചു കൊടുക്ക്, എന്നിട്ട് ഞാൻ അടുത്ത കാശ് കൊടുക്കാം. ഇങ്ങനെ ഫസൽ മേ ദൂങ്കി, ഫസൽ ഇത് എന്താ വിളവൊക്കെ കഴിയുമ്പോൾ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയല്ലേ, ഇനി എപ്പോഴാണ് ഇനി അടുത്ത ഫസൽ കഴിഞ്ഞിട്ടാണോ എന്ന് പറയും. ഇനി അമ്മൂമ്മ ദേഷ്യപ്പെടുകയാണ് അല്ലേ, തരത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വഴക്ക് പറയുകയാണ് ആര്, ദുഃഖി റാമിക്ക്. അപ്പോൾ ഈ കോൺവെർസേഷനൊക്കെ ആര് തമ്മിലുള്ളതാണ്, അമ്മൂമ്മയും പിന്നെ ദുഃഖി റാമി ചാച്ചി അല്ലേ, റാമിയുടെ चाची. दूंगी मालकिन, रामी की चाची रोती हुई दोनों हाथ से आंचल पकड़े और दादी माँ के पैरों की ओर झुकी. बिटिया की शादी है, आप न दया करेंगी तो उस बेचारी का निस्तार कैसे होगा എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ്. റാമിക്ക് ചാച്ചി എന്താ പറയുന്നത്, എൻ്റെ മകളുടെ കല്യാണമാണ് അല്ലേ, ഞാൻ തിരിച്ചു കൊടുക്കാം, കാശ് എന്തായാലും തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മയുടെ കാല് പിടിക്കാൻ പോവുകയാണ് അല്ലേ. ആ സമയത്ത് പറയുകയാണ് മകളുടെ അതായത് മകൾക്ക് വേണ്ടിയുള്ളതാണ്, മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മകളുടെ എങ്ങനെയാണ് നിസ്താർ എന്ന് പറഞ്ഞാൽ ഉദ്ധാർ എങ്ങനെയാണ് ആവുക, അതായത് മോക്ക് എങ്ങനെയാണ് നല്ലതാവുക, ഒന്ന് ദയവായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഹട്ട് അഭി നഹാക്കെ അറിയോ, അപ്പോൾ ഞാൻ കുളിച്ച് വരിക മാറെന്ന് പറഞ്ഞു അമ്മൂമ്മ. ആ പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അമ്മൂമ്മയും ചെയ്തു. ജാനേ ദോ ദാദി, मैंने इस अप्रिय प्रसंग को हटाने की गरज से कहा. പറഞ്ഞ് പൊയ്ക്കോട്ടെ അമ്മൂമ്മ, കുഴപ്പമില്ലയെന്ന് ആ സമയത്ത് ലേഖകൻ അതുവഴി വരികയായിരുന്നു അല്ലേ. അപ്പോൾ ലേഖകൻ അമ്മൂമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്രിയ പ്രസംഗം, അതായത് ആ സമയത്ത് ആ സിറ്റുവേഷൻ അത്ര ശരി തോന്നിയിട്ടില്ല. ജോ പ്രിയനോ ഹോ, അപ്രിയ എന്ന് പറഞ്ഞാൽ ജോ പ്രിയനോ ഹോ. അപ്പോൾ ആ സിറ്റുവേഷൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് മാറ്റാനായിട്ടുള്ള ഉദ്ദേശത്തിൽ ലേഖകൻ പറഞ്ഞു വിട്ടേക്കാം അമ്മൂമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ബേച്ചാരി ഗരീബ് ഹേ ദേ ദേഗി, പിന്നെ എപ്പോഴെങ്കിലും കാശ് തരാനായിട്ട് ലേഖകൻ പറഞ്ഞു. മേ ചുപ്കേസെ, ആ സമയത്ത് എന്താ ചലാഹെ സംജാനെ, ഒന്നിപ്പോ എന്ന് പറഞ്ഞു അമ്മൂമ്മ. നീ ഒന്നും മനസ്സിലാക്കിക്കാനൊന്നും വരണ്ട, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു അമ്മൂമ്മ. അപ്പോൾ എന്തോ മടി പോലെ മേ ചുപ്കേസെ ആങ്കൻ കി ഓർ ചലാ ഗയാ കൈ ദിൻ ബീത് ഗയാ. അങ്ങനെ അത് കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിപ്പോയി, മുറ്റത്തേക്ക് പോയി. ആ സമയത്ത് കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ലേ, ഇത് പിന്നെ കൈ ദിൻ ബീത് ഗയ മേ ഇസ് പ്രസംഗ് കോ ഏകദം ഭൂൽ ഗയ, ഇതൊക്കെ ഞാനിപ്പോൾ മറന്നുപോയി. അപ്പോൾ അതിന് ശേഷം ഒരു ദിവസം ആരെയാണ് കണ്ടത്, ഈ റാമി ചാച്ചി ഇങ്ങനെ അമ്മൂമ്മയുമായിട്ട് ഈ നല്ലോണം സന്തോഷത്തോടെ അല്ലേ നല്ല അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് പോകുന്നത് കണ്ടു. പൂത്തോ ഫലോ ദൂദോ നഹാവൊക്കെ ആശീർവാദ് ദേ രഹി തി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, मैंने पूछा क्या बात है धन्नो चाची, तो उसने विहल होकर कहा ഉരീൻ ഹോ ഗയി ബേട്ട ഭഗവാൻ ഭലാ കരെ ഹമാരി മാൽക്കിൻ കാ എന്ന് പറഞ്ഞു. അതായത് നല്ല കാര്യങ്ങൾ ചെയ്തതാണ് അല്ലേ അമ്മൂമ്മ, എന്തോ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെന്ന് ലേഖന് മനസ്സിലായി. ക്യാ ബാത്ത് എന്തു പറ്റിയും ചോദിച്ചു. വിഹൽ ഹോക്കർ കഹ, വിഹൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ എന്താണ് വിഹൽ ഹോന എന്ന് പറഞ്ഞാൽ ബേച്ചേൻ, അതായത് ടെൻഷൻ പോലെ ഇങ്ങനെ സന്തോഷവും ഉള്ള ഒരു സിറ്റുവേഷനാണ് അല്ലേ ആ സമയത്ത്. എന്നിട്ട് പറഞ്ഞു വിഷമത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഉരിൻ ഹോ ഗയി ബേട്ട ഭഗവാൻ ഭലാക്കരി, എല്ലാം നല്ലതാവും, ദൈവം നന്നാക്കും. കാരണം റാമി ചാച്ചിക്ക് കാശ് കൊടുത്തിരിക്കുകയാണ് അമ്മൂമ്മ അല്ലേ. പീച്ചേക്ക സഭി റുപ്യ ചോദ്യ, ആ കട എല്ലാം മാറ്റി, കട ഒക്കെ ഒന്നും തരണ്ട എന്നും അമ്മൂമ്മ പറയുകയും ചെയ്തു എന്ന് റാമി ചാച്ചി പറഞ്ഞു. पीछे का सभी रुपया छोड़ दिया और ऊपर से 10 रुपये का नोट देकर बोली, देखना धन्नो, जैसी तेरी बेटी वैसी मेरी, 10 के लिए हंसाई न हो, देवता है बेटा देवता എന്ന് പറഞ്ഞു. അതായത് അമ്മൂമ്മ എല്ലാ ഋണമുക്തി, അതായത് ഉരിൻ എന്ന് പറഞ്ഞാൽ ഋണമുക്തിയായി, അതായത് കടമൊന്നും ഇല്ലാതായി, ഇപ്പോൾ എല്ലാം ഒന്നും തിരിച്ചു കൊടുക്കണ്ട എന്ന് പറയുകയും മാത്രമല്ല 10 രൂപ എനിക്ക് തരുകയും ചെയ്തു അല്ലേ എക്സ്ട്രാ ആയിട്ട്. എന്നിട്ട് പറയുകയും ചെയ്തു, നിൻ്റെ മകൾ എൻ്റെ മകളെപ്പോലെയാണ്, ഒരു കുറവും വരുത്തരുത് എന്ന് പറയും. ശരിക്കും ദേവിയാണ് നിൻ്റെ അമ്മൂമ്മ എന്ന് പറയുകയും ചെയ്തു അല്ലേ ആര്, റാമി की മൗസ് ചാച്ചി. ഉസ് റോസ് तो बहुत डांट रही थी, मैंने पूछा. ആ സമയത്ത് വളരെ വഴക്കൊക്കെ പറയുന്നത് കണ്ടല്ലോ എന്ന് പറഞ്ഞു ലേഖകൻ. वो तो बड़े लोगों का काम है बाबू, रुपया देकर डांटे भी न तो लाभ क्या. അതൊക്കെ വലിയ ആൾക്കാരുടെ പണിയല്ലേ, എല്ലാ വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണത്. അവർ കാശ് റുപ്യ ദേക്കർ ഡാണ്ടെ भी न तो लाभ क्या, അവർ കാശ് കൊടുത്തിട്ട് വഴക്ക് പറഞ്ഞില്ലെങ്കിൽ എന്ത് ലാഭമാണുള്ളത് എന്ന രീതിയിൽ പറഞ്ഞു. मैं मन ही मन इस तर्क पर हंसता हुआ आगे बढ़ गया. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ ചിരിച്ചിങ്ങനെ മുന്നോട്ട് നീങ്ങിപ്പോയി.
वेकेशन के विवाह के दिनों की बात है। विवाह के 4-5 रोज़ पहले से ही औरतें रात भर गीत गाती हैं। विवाह की रात को अभिनय भी होता है। यह प्रायः एक ही कथा का हुआ करता है. അപ്പോൾ കിഷൻ്റെ വിവാഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നല്ലേ ആ സമയത്ത് 4-5 ദിവസം മുമ്പ് റോസ് പഹലെ ഹി ആ സമയത്ത് തന്നെ സ്ത്രീകൾ ഓരോന്നും ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് നാടകങ്ങളൊക്കെ അവിടെ കളിക്കും. വിവാഹ की रात को अभिनय भी होता है. നാടകമൊക്കെ കളിക്കുകയും ചെയ്യും. അപ്പോൾ यह प्रायः एक ही कथा का हुआ करता है. ഒരേ കഥയായിരിക്കും അത് എല്ലാ സമയത്തും. അപ്പോൾ उसमें विवाह से लेकर पुत्रोत्पत्ति तक के दृश्य सभी दृश्य दिखाते हैं. അപ്പോൾ കുട്ടി ജനിക്കുന്നത് വരെ കല്യാണം മുതൽ കുട്ടി ജനിക്കുന്നത് വരെ എല്ലാ ദൃശ്യങ്ങളും അവർ ഇങ്ങനെ കാണിക്കും. സബി പാട്ട് ഓർത്തെ ഹി करती हैं. അപ്പോൾ സ്ത്രീകൾ മാത്രം ചെയ്യുന്നതാണ് ഈ കഥാപാത്രങ്ങളൊക്കെ സ്ത്രീകൾ തന്നെ ആക്ട് ചെയ്യും. അപ്പോൾ मैं बीमार होने के कारण बारात में न जा सका. അപ്പോൾ ആ സമയത്ത് എനിക്ക് കല്യാണത്തിൻ്റെ ആ ബാറാത്ത് എന്ന് പറയുന്നത്, അതായത് ഈ ആൺവീട്ടുകാരെല്ലാവരും ഇങ്ങനെ പോകുന്ന അതിൽ അല്ലെ ബാറാത്ത് മേ നഹി ജാ സക്ക. ആ സമയത്ത് അവിടെ കൂടാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് അവിടെ തന്നെ വീട്ടിൽ തന്നെ ഉറങ്ങുകയായിരുന്നു. മേരാ ഭായി രാഘവ് ദാലാൻ മേ സോ റഹാ താ. ആ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആരും മമേരാ ഭായി കസിൻ അല്ലേ, കസിൻ ബ്രദറും അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. അതും അവിടുത്തെ ആൾക്കാർക്ക് വഹബി ബാരാത്ത് ജാനിക്ക് ബാദ് പਹੁഞ്ചാത്ത ഓർത്തോനി ഉസ് पर आपत्ति किया. അവനും ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് അവർ ഇങ്ങനെ എതിർപ്പ് പറഞ്ഞു. ആ സ്ത്രീകളെല്ലാവരും എതിർപ്പ് പറഞ്ഞു, ആപ്പത്തിക്ക്. കാരണം ഇതിൽ സ്ത്രീകൾ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളൂ. ആ സമയത്ത് ആണുങ്ങളൊന്നും അവിടെ ഉണ്ടാവാറില്ല അല്ലേ, ജെൻസൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇവിടെ ഉറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് അവർ എതിർപ്പ് കാണിച്ചത്. അപ്പോൾ ദാദിമാ ബിഗഡി ലഡ്കെ സെ ക്യാ പർദ ലഡ്കെ ഓർ ബ്രഹ്മ കാ മൻ ഏക് സാ ഹോത്താ ഹെ. അപ്പോൾ ഒരു ആൺകുട്ടി ചെറിയ കുട്ടിയല്ലേ അത്, അപ്പോൾ എന്താ അതിൽ മറയുള്ളത്? അത് ദൈവത്തിനെ പോലെയാണ്. ആ കുട്ടികൾ ദൈവത്തിനെ പോലെയാണ് എന്ന് പറഞ്ഞു. ബ്രഹ്മാക്ക മൻ ഏക്സാ ഹോത്താ ഹെ, ദൈവത്തിനെ പോലെയാണ് കുട്ടികളെന്ന് പറഞ്ഞ് അമ്മൂമ്മ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. മുझे भी पास ही एक चारपाई पर चादर उड़ाकर दादी माँ ने चुपके से सुला दिया. അങ്ങനെ അടുത്ത് തന്നെ ഒരു കട്ടിലല്ലേ, കട്ടിലിങ്ങനെ നല്ലോണം പുതച്ചിട്ട് അമ്മൂമ്മ എന്നെ മിണ്ടാതെ അവിടെ ഉറക്കി. ബടി ഹസി ആ രही थी, നല്ല ചിരി വരുന്നുണ്ടായിരുന്നു. സോച്ചാ കഹി ജോർ സെ ഹസ് ദോ, ഒച്ചത്തിൽ ഇങ്ങനെ ചിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഭേദ് കുൽ ജായേ തോ നിക്കാൽ ബാഹർ കിയാ ജാऊंगा, എങ്ങാനും കള്ളത്തരം പുറത്ത് വന്നാൽ പുറത്താക്കപ്പെടും അല്ലേ. पर भाभी की बात पर हंसी रुक न सकी और भंडा फोड़ हो गया. പക്ഷെ ഭാബിയുടെ സംസാരം കേട്ടപ്പോൾ ചിരി കൺട്രോൾ ആയിട്ടും ഇല്ല. അപ്പോഴേക്കും കള്ളത്തരെല്ലാം പുറത്തു വരുന്നു. അപ്പോൾ ദേബുക്കി മാനെ ചാദർ ഖീഞ്ച് ലിയ. ചിരി ഇങ്ങനെ കുലുങ്ങുമല്ലോ ഞങ്ങൾ ചിരിക്കുമ്പോൾ അല്ലേ. ആ സമയത്ത് അവിടെ ആരും ഉണ്ടെന്ന് ചാദർ ഇങ്ങനെ പിടിച്ചു വലിച്ചു. ആര്? ദേബുക്കി മാ. അപ്പോൾ ചാദർ പിടിച്ച് വലിച്ചപ്പോഴേക്കും കഹോ ദാദി യ കോൺ ബച്ചാ സോയാ ഹൈ ബേച്ചാറ റോത്താ ഹൈ ഷായദ് ദൂദ് തോ പിലാ ദോ. അങ്ങനെ കളിയാക്കി പറഞ്ഞു. കണ്ടോ ഏത് കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അപ്പോൾ ഹാത്താപ്പായി ശുരു ഹോ ഗയ. അപ്പോൾ വഴക്ക് അവിടെ കൂടി അല്ലേ, എല്ലാവരും എതിരായി. ദാദിമാ ബിഗടി, ദാദിമായ്ക്ക് ദേഷ്യം വന്നു. ലഡ്കേസെ ക്യൂ ലഗ്തി ഹെ, അതായത് ആൺകുട്ടികൾ എന്തിനാണ് ശല്യപ്പെടുത്തുന്നത്, അവരുടെ അടുത്ത് എന്തിനാണ് സംസാരിക്കാൻ പോകുന്നത്. സുബ റാസ്തേ മേ ദേബുക്കി മാ മിലി. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ദേബുക്കി മാ വഴിക്ക് കണ്ടു. അപ്പോൾ കൽവാല ബച്ച ഭാബി എന്ന ഒച്ചത്തിൽ അവർ പറഞ്ഞു, ഇന്നലെ കണ്ട ആ കുട്ടീന്ന്, ഇന്നലെയുള്ള ആ കുട്ടി എന്ന് പറഞ്ഞു. മേ വാസെ ജോർ സെ ഭാഗ ഓർ ദാദിമാക്ക് പാസ് ജാ കടാ ഹുവ. അവിടുന്ന് ഓടി ഞാൻ ദാദിമായുടെ പിറകിൽ ഒളിച്ചു. वस्तुतः किसी प्रकार का अपराध हो जाने पर जब हम दादी माँ की छाया में खड़े हो जाते हैं അഭയദാൻ മിൽ ജാത്ത. അപ്പോൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് വേഗം അമ്മൂമ്മയുടെ നിഴൽ, അതായത് അമ്മൂമ്മയുടെ പിറകിൽ ഒളിച്ചാൽ അത് അഭയദാൻ, അത് രക്ഷപ്പെടുത്തും എന്ന രീതിയിലാണ് പറയുന്നത്. स्नेह और ममता की मूर्ति दादी माँ की एक एक बात आज कैसी कैसी मालूम होती है. സ്നേഹവും പിന്നെ മാതൃത്വവും എല്ലാം ഉള്ള ആ മൂർത്തി, അതായത് ആ ദേവിയുടെ ആ രൂപം, ദാദിമാക്കി ഏക് ഏക് ബാത്ത്, ഓരോ കാര്യം ഇപ്പോൾ ഓരോന്നും കേസി മാലൂം ഹോത്തി, എത്ര ശരിയായിട്ടാണ് തോന്നുന്നത് അല്ലേ. പരിസ്ഥിതിയോ കാ വാത്യാചക്ര ജീവൻ കോ സൂഖെ പത്തേ സാ कैसा നചാത്ത ഹെ. അപ്പോൾ ഓരോ പരിസ്ഥിതികളുടെയും ആ ചക്രം അല്ലേ, ആ ജീവിത ചക്രം ജീവൻ കോ സൂഖെ പത്തേക്ക് തറ, ജീവിതത്തെ ഒരു കരിയില അല്ലേ, കരിയില പോലെ അങ്ങനെ ഇങ്ങനെ നൃത്തം ആടിക്കുകയാണ് ഈ ജീവിതത്തെ, ഓരോ പരിസ്ഥിതികൾ അല്ലേ. ഇസ് ദാദിമ ഖൂബ് ജാൻതി തി. ദാദിമായ്ക്ക് അതിൻ്റെ എല്ലാം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ജീവിതത്തെ പറ്റിയുള്ള അത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും ജീവിതത്തിൽ വരുന്ന പരിസ്ഥിതികളിൽ ഉണ്ടാവുന്ന അവസ്ഥകളല്ലേ, ഓരോ ആ ചക്രം, ജീവിതത്തിൻ്റെ ആ ചക്രം അമ്മൂമ്മയ്ക്ക് നല്ല പരിചയമുണ്ടായിരുന്നു.
ദാദാ की मृत्यु के बाद से ही वे बहुत उदास रहती हैं. അപ്പോൾ അപ്പൂപ്പൻ്റെ മരണത്തിന് ശേഷം വളരെയധികം വിഷമത്തിലായിരുന്നു എപ്പോഴും. അപ്പോൾ സംസാർ ഉന്നെ ധോക്കെ की टट्टी मालूम होती. ധോക്കെ की टट्टी എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ളതുപോലെ അല്ലേ, അതായത് പറ്റിക്കുന്ന ഒരു ലോകമാണ്. അപ്പോൾ ദാദാനെ ഉന്നെ സ്വയം ജോ ധോക്കാ ദിയ, അപ്പൂപ്പൻ തന്നെ ചതിക്കുകയായിരുന്നു എന്ന രീതിയിലാണ് ഇതിൽ പറയുന്നത്. കാരണം സദാ ഉന്നെ ആകെ ഭേജ്കർ അപ്നെ പീछे जाने की झूठी बात कहा करते थे. അമ്മൂമ്മയെ ആകെ മുമ്പിലോട്ട് അയച്ചിട്ട് പിറകിൽ വരുന്നുണ്ട് എന്ന കള്ളത്തരം അപ്പൂപ്പൻ കാണിക്കാറുണ്ടായിരുന്നു. അതുപോലെ അത് പറയാൻ കാരണം അപ്പൂപ്പൻ ആദ്യം നിര്യാതനായി എന്ന രീതിയിലാണ് പറയുന്നത്. वे सदा उन्हें आगे भेजकर अपने पीछे जाने की झूठी बात कहा करते थे और दादा की मृत्यु के बाद कुकुर मुत्ते की तरह बढ़ने वाले मुंह में राम बगल में छुरी वाले दोस्तों की शुभचिंतक चिंता ने സ്ഥിതി ഓർ ബി ഡവാഡോൾ കർദി. അതായത് അവരുടെ അടുത്തുള്ള വിശ്വാസം, അവരുടെ കൂട്ടുകാരല്ലേ, ദാദാജിയുടെ ഫ്രണ്ട്സ് എങ്ങനെയായിരുന്നു, കുക്കൂർ മുത്തേക്ക് തറ ബഡ്നിവാല, അതായത് ഈ കോണൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ മഴക്കാലത്ത് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി വരും അല്ലേ. അപ്പോൾ മുമ്പേ റാം ബഗൽമേ ചുരി വാല, അതായത് മുമ്പിൽ നല്ല മനുഷ്യരായിട്ട് കാണിക്കും, പക്ഷെ പിറകിൽ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തുന്ന ടൈപ്പ് അല്ലേ. അതായത് പിറകിൽ വേറെ രീതിയിൽ പെരുമാറും, മുമ്പിൽ നല്ല രീതിയിൽ പെരുമാറുക. അതിനെയാണ് മൂമേ റാം ബഗൽ മേ ചുരി വാലെ ദോസ്തോക്ക് ശുഭ്ചിന്താനെ, അവർ നല്ലവരായിട്ടല്ലേ കാണിക്കുന്നത്, നല്ല കാര്യങ്ങളാണ് പറയുന്നത് എന്ന രീതിയിൽ, നല്ലതാവാനാണ് പറയുന്നത് എന്ന രീതിയിലാണ് വരുക എപ്പോഴും അമ്മമ്മയെടുത്ത്. അപ്പോൾ ശുഭ്ചിന്താനെ സ്ഥിതി ഓർ ബി ഡവാഡോൾ കർദി, അത് അസ്ഥിരമാക്കി. അവിടുത്തെ പ്രശ്നങ്ങൾ ഇനിയും അമ്മമ്മയ്ക്ക് ലോകത്തിനോടുള്ള അവിശ്വാസം കുറയ്ക്കുകയാണ് ചെയ്തത്. दादा के श्राद्ध में दादी माँ के मना करने पर भी पिताजी ने जो अतुल संपत्ति व्यय की वह घर की तो थी नहीं. അപ്പോൾ അത്രയ്ക്ക് ചിലവാക്കി അപ്പൂപ്പൻ്റെ ആ ശ്രാദ്ധം, ആ സമയത്ത് അപ്പൂപ്പൻ്റെ ശ്രാദ്ധത്തിൻ്റെ സമയത്ത് അച്ഛൻ കുറേ അധികം ലേഖകൻ്റെ അച്ഛൻ കൂടുതലധികം അതുൽ സമ്പത്തി വ്യയിക്കി, ചിലവാക്കി, സമ്പത്തി കൂടുതലും അതിന് ചിലവാക്കി. വ ഘർ കി തോ ഥീ നെയ്. പിന്നെ ദാദിമാ അക്സർ ഉദാസ് രഹാ കർത്തെ, എപ്പോഴും വിഷമത്തിലായിരുന്നു ആ സമയത്ത്. മാഘ് ദിനത്തെ മാഘ ഹിന്ദു കലണ്ടറിലെ മാഘമാസമായിരുന്നു. കടാക്കെ കാ ജാഡ പട് രഹാത്ത, തണുപ്പായിരുന്നു അല്ലേ, നല്ല കട്ടിയുള്ള നല്ല തണുപ്പായിരുന്നു എന്നാണ് പറയുന്നത്. പച്ചുവാ കാ സന്നാട്ട और पाले की शीत हड्डियों में घुसी पड़ती. പച്ചുവാ കാ സന്നാട്ട എന്ന് പറഞ്ഞാൽ നിശബ്ദത അല്ലേ, പിന്നെ ആ തണുപ്പും അതെല്ലാം ഇങ്ങനെ ഹഡ്ഡിയോമേ ഘുസിപ്പെടുത്തി, എല്ലുകളൊക്കെ ഇങ്ങനെ മരവിപ്പിക്കുന്നത് പോലെ. അപ്പോൾ शाम को मैंने देखा दादी माँ गीली धोती पहने कोने वाले घर में एक संदूक पर दिया जलाए ഹാത്ത് ജോഡ്കർ ബാറ്റി ഹെ. അപ്പം നനഞ്ഞ ആ തുണിയും ഇട്ടിട്ട് കുളിച്ച് വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് അല്ലേ. ദാദിമ ഗിരി ധോത്തി പഹനെ കോനെ വാലെ, ആ കോർണറിലുള്ള ആ വീടിൻ്റെ ആ സൈഡിൽ ഒരു സന്തൂക്ക് ഉണ്ട്, സന്തൂക്ക് പറഞ്ഞാൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൻ്റെ മേലെ ദിയാ ജലായ, ഒരു വിളക്ക് കത്തിച്ചിട്ട് കൈ കോർത്തിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജോഡ്കർ ബാറ്റി ഹെ. ഉൻകി സ്നേഹ് കാത്തർ ആംഖോ മേ മെനെ ആൻസു കഭി നഹി ദേഖി തെ. ആ സ്നേഹം കൊണ്ട് മുഴുകിയിരിക്കുന്ന ആ കണ്ണുകളിൽ അല്ല, ഇതുവരെ ഞാൻ കണ്ണുനീര് കണ്ടിട്ടില്ലായിരുന്നു. മേ ബഹോത് ദേർ തക് മൻമാരെ ഉൻകെ പാസ് ബൈഠാ റഹാ. അങ്ങനെ വിഷമിച്ച് മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാനും അമ്മൂമ്മയുടെ കൂടെ ഇരുന്നു. ഉന്നുനെ ആഖേം ഖോലി, കണ്ണുകൾ തുറന്നപ്പോൾ ദാദിമ എന്ന് വിളിച്ചു, ഞാൻ ലേഖകൻ വിളിച്ചു. മേനെ ധീരേസെ കഹാ, പതുക്കെ ദാദിമയെ കണ്ടിട്ട് കരയുന്നത് കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു. ക്യാ ഹേ രേ തു യഹാ ക്യൂ ബൈഠാ ഹേ, എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് ദാദിമ ചോദിച്ചു. ദാദിമ എക് ബാത് പൂച്ചും ബത്താവോഗി നാ, മേനെ ഉൻകി സ്നേഹപൂർണ്ണ ആങ്കോ കി ഓർ ദേഖ. അപ്പോൾ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ കണ്ണുകളിലോട്ട് നോക്കി ലേഖകൻ അമ്മമ്മയോട് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതിന് ഉത്തരം നൽകുമോ എന്ന് ചോദിച്ചു. ക്യാ ഹേ പൂച്ച് തും റോത്തി തീ, അപ്പോൾ ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറയും കരയുകയായിരുന്നോ എന്ന് ചോദിച്ചു. ദാദിമ മുസ്കുറായി, ചിരിച്ചിട്ട് പറഞ്ഞു അമ്മൂമ്മ, പാഗൽ തുനെ അഭി ഖാനാ ഭി നഹി ഖായാനാ, ചൽ കഴിച്ചിട്ടും ഇല്ലല്ലോ ഒന്നും ഭക്ഷണം, വാപ്പോവാന്ന് പറഞ്ഞു. ധോത്തി തോ ബദല്ലോ ദാദിമ, മേനെ കഹാ, ഒന്ന് തുണി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. എന്നിട്ട് പറയുമ്പോഴേക്കും മുझे സർദി ഗർമി നഹി ലഗ്തി ബേട്ട എന്ന് പറഞ്ഞു. എനിക്ക് തണുപ്പൊന്നും കൊള്ളത്തില്ല, തണുപ്പും ചൂടും ഒന്നും എനിക്ക് എഫക്റ്റ് ആവത്തില്ല എന്ന് പറഞ്ഞു. വേ മുझे ഖീഞ്ച്തി റസോയിമേ ലേഗെ, അങ്ങനെ വലിച്ച് അടുക്കളയിലോട്ട് കൊണ്ടുപോയി. സുബഹ് मैंने देखा चारपाई पर बैठे पिताजी और किशन भैया मन मारे कुछ सोच रहे हैं. അങ്ങനെ ടെൻഷൻ എടുത്തിട്ട് മനസ്സിലിങ്ങനെ രാവിലെ എണീച്ചപ്പോൾ അച്ഛനും പിന്നെ കിഷൻ ഭയ്യും ഇങ്ങനെ കട്ടിലിൽ ഇരിപ്പുണ്ട്, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൂസറ ചാറ ഹി ക്യാ ഹെ, ഇനി എന്താ ഉള്ള വേറെ വഴി.
ചാരാഹി ക്യാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വഴിയില്ലല്ലോ ഇനി. ബാബു ബോലെ റുപ്യ കോയി ദേത്താ ഹെ, ആര് തരാനാ കാശ്, കിത്നയ്ക്ക് തോ അഭി പിछले भी ബാക്കി ഹെ, ആരും കടം തരാനില്ല, ഇനിയും എത്ര ബാക്കിയുണ്ട് കടം. വേ റോനെ സേ ഹോ ഗയ, അപ്പോൾ കരയുന്നത് പോലെയായി എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വിഷമത്തിലായിരുന്നു അവർ രണ്ടുപേരും. ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. रोता क्यों है रे, दादी माँ ने उनका माथा सहलाते हुए, എന്തിനാണ് കരയുന്നതെന്ന് അമ്മൂമ്മ ചോദിച്ച് ഇങ്ങനെ തലയിൽ തലോടി ചോദിച്ചു. मैं तो अभी हूँ ही, ഞാനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന രീതിയിൽ അമ്മൂമ്മ പറഞ്ഞു. ഉन्होंने സന്ദൂക്ക് खोलकर एक चमकती सी चीज़ निकाली, അപ്പോൾ സന്ദൂക്ക്, ആ പേട്ടി തുറന്നിട്ട് ഒരു തിളങ്ങുന്ന ഒരു സാധനം എടുത്ത് കാണിച്ചു. तेरे दादा ने यह कंगन मुझे इसी दिन के लिए पहनाया था, അപ്പൂപ്പൻ ഇതേ കാര്യത്തിനായിട്ടാണ് എനിക്കിത് ഇട്ടുകൊടുത്തത്, ഈ വള അല്ലേ, വള എടുത്തിട്ട് തരികയാണ് മകന്. എന്നിട്ട് ഉൻകാ ഗല ഭറായ, എന്നിട്ട് കരയുന്ന രീതിയിലാണ് പറഞ്ഞത്. ഇങ്ങനെ ഗല ഭറാന എന്ന് പറഞ്ഞാൽ കരച്ചിൽ വരുമോ അല്ലേ. मैंने इसे पहना नहीं और इसे सहेज कर रखती आई हूँ. സഹേജ് കർ റഖ്ന എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് അല്ലേ, സൂക്ഷിച്ച് ഇത്രയും കാലം ഞാൻ വെച്ചിരിക്കുകയാണ്, ഞാനിത് ഇതുവരെ ഇട്ടിട്ടുമില്ല. അതായിരുന്നു അതിൻ്റെ തിളക്കുന്ന അല്ലേ, നല്ല തിളങ്ങുന്നുണ്ടായിരുന്നു അത്. അപ്പോൾ ഇതുവരെ ഞാൻ ഇട്ടിട്ടുമില്ല, മാത്രമല്ല ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ച സാധനമാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. മുझे इसी दिन के लिए पहनाया था എന്ന രീതിയിൽ പറഞ്ഞു. യഹ് ഉൻകെ വംശ കി നിശാനി ഹെ, ഇത് ഈ വംശത്തിൻ്റെ ഒരു നിശാനി എന്ന് പറഞ്ഞാൽ എന്താ, അടയാളമാണ്. ഈ കുടുംബത്തിൻ്റെ വംശത്തിൻ്റെ ഒരു അടയാളമാണ് ഈ വള. അപ്പോൾ ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ ഇതുവരെ അത് ഇട്ടിട്ടില്ല അല്ലേ, ഉപയോഗിച്ചിട്ടില്ല. मैंने इसे पहना नहीं, इसे सहेज कर रखती आई हूँ और यह उनके वंश की निशानी है. उन्होंने आंसू पोंछ कर कहा, കണ്ണിങ്ങനെ തുടച്ചിട്ട് പറഞ്ഞു. പുരാനെ ലോഗ് ആകാ പീछे सब सोच लेते थे बेटा, എല്ലാം ആലോചിച്ചാണ് പണ്ടത്തെ ആൾക്കാർ ജീവിച്ചിരുന്നത് മോനെ പറഞ്ഞു. സച്മുച്ച് മുझे ദാദിമാ ശാപ ഭ്രഷ്ട ദേവി സി ലഗി, എനിക്ക് ശരിക്കും ആ സമയത്ത് അമ്മുമ്മ ശാപമുക്തി നേടിയ ഒരു ദേവിയെ പോലെയാണ് തോന്നിയത്. കാരണം അവരെ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു അല്ലേ അമ്മുമ്മ. പിന്നെ ധുന്ദലി ഛായ വിലീൻ ഹോഗി, ഇത് ആക്ച്വലി നടന്നത് ലേഖകൻ്റെ കയ്യിൽ ഒരു കത്ത് കിട്ടിയായിരുന്നു. അമ്മുമ്മ ഇപ്പോൾ നിര്യാതയായി എന്ന കാര്യം ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ലേഖകന് പഴയ ഓർമ്മകൾ വന്നു തുടങ്ങിയത്. അപ്പോൾ ധുന്ദലി ഛായ വിലീൻ ഹോഗി, ഇങ്ങനെ നിഴൽ, അതായത് ഓർമ്മ ഇങ്ങനെ വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ मैंने देखा दिन काफ़ी चढ़ आया है, पास में लंबे खजूर के पेट से उड़कर एक कौवा अपनी घिनौनी काली पांखें फैलाकर मेरी खिड़की पर बैठ गया है. അപ്പോൾ അടുത്തുള്ള ഖജൂറിൻ്റെ ആ വൃക്ഷത്തിൽ നിന്നും ഒരു കാക്ക വന്നിട്ട് എൻ്റെ എന്താ വിൻഡോയിൻ്റെ അടുത്ത് അവിടെ ഇരിക്കുകയാണ്. ഖിड़की पर बैठ गया. हाथ में अभी किशन भैया का पत्र कांप रहा है, അപ്പോഴും കിഷൻ ഭയ്യ അയച്ചിരിക്കുന്ന ആ കത്ത് കയ്യിലുണ്ട്, അത് വിറയ്ക്കുകയാണ് കൈ ആലോചിച്ചിട്ട് അല്ലേ. काली चींटियों सी कतारें धूमिल हो रही हैं, आँखों पर विश्वास नहीं होता, मन बार बार अपने से ही पूछ बैठता है क्या सचमुच दादीമാ नहीं रही. കാരണം ഇങ്ങനെ ഓരോ ഓർമ്മകളും കാലി ചീൻറ്റിയോസി കത്താരയും, അതായത് ഓരോ നിരന്നിങ്ങനെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഉറുമ്പുകൾ പോകുന്നത് അതുപോലെ. ധൂമിൽ ഹോ റഹി, അങ്ങനെ ഓരോന്നും ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഈ ഓർമ്മകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആംഖോ പർ വിശ്വാസ് നഹി ഹോത്ത, കണ്ണുകൾക്ക് വിശ്വാസം വരുന്നില്ല. ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്, ദാദിമ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന്. അപ്പോൾ മൻ ബാർ ബാർ അപ്നെ സേ ഹി പൂച്ച് ബാറ്റായ, വീണ്ടും വീണ്ടും മനസ്സിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെത്താൻ. ക്യാ സച്മുച്ച് ദാദിമ നഹി ഹെ, ശരിക്കും ദാദിമ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലേ എന്ന് സ്വയം വിശ്വാസം വരാത്ത രീതിയിൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ലേഖകൻ അവസാനം എഴുതിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.